ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പി ആയാലോ. ചക്കയുടെയാണേ. അപ്പോൾ നമ്മുടെ ചക്ക എന്ത് ചെയ്യണം, കുനുകുന അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിനുശേഷം ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച്, നെയ്യ് നല്ല രീതിയിൽ ചൂടായ ശേഷം നമ്മൾ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കയുണ്ടല്ലോ, ചക്ക ഇതിലേക്ക് പകർന്നു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. നമ്മുടെ നെയ്യും നമ്മുടെ ചക്കയുടെ പേസ്റ്റും കൂടെ നല്ല രീതിയിൽ മിക്സ് ആകുന്നത് വരെ അതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ചക്കക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്, എനിക്കിതുവരെ ഉണ്ടാക്കി പരിചയമില്ല. അപ്പോൾ അമ്മയോടൊക്കെ വിളിച്ച് കേട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യും ചക്കയും കൂടെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ പാവ് കാച്ചി മാറ്റി വെച്ച ശർക്കര പാവിനെ ഇതിലേക്ക് പകർന്നൊഴിച്ചിട്ട് നമ്മുടെ നെയ്യും ശർക്കര പാവ് കാച്ചിയതും നമ്മുടെ ചക്കയുടെ മിക്സും കൂടെ നല്ല രീതിയിൽ നല്ല വരണ്ട് വരണം. അതായത് ചക്കയിൽ ഇത് പിടിക്കുമ്പോൾ നല്ലൊരു വാസന വരും കേട്ടോ. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ചക്കയുണ്ടല്ലോ, എനിക്ക് ഇന്നലെ കുഞ്ഞമ്മ തന്നതാണേ. കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോൾ കുഞ്ഞമ്മ കഴിക്കാൻ ചക്ക തന്നു. ബാക്കി വന്നത് എന്ത് ചെയ്തു എന്നറിയോ, വീട്ടിൽ തന്നും വിട്ടു. നേര് പകുതി വീട്ടിൽ മുറിച്ച് തന്നു വിട്ടു. അപ്പോൾ ഇന്നലെ കഴിച്ചതല്ലേ, അപ്പോൾ ചേട്ടൻ എന്തായാലും ഇലയുടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചക്കയുടെ ഉണ്ടാക്കിയാൽ എന്താണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം സക്സസ് ആയപ്പോൾ ഭയങ്കര സന്തോഷമാണേ. ഇനിയിപ്പോൾ ചേട്ടൻ കടയിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ 4-5 ഏലക്ക എടുത്ത് പഞ്ചസാരയിൽ കൂടെ ചേർത്ത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തതാണേ. കാരണം പഞ്ചസാര ഇട്ട് പൊടിക്കുമ്പോൾ നല്ല രീതിയിൽ അത് മിക്സായി വരും. അതിൻ്റെ തോലൊന്നും ഇങ്ങനെ പൊങ്ങി കിടക്കത്തില്ല, നല്ല വാസനയും കൂടും. അപ്പോൾ ആ ഒരു മിക്സും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി ഇത്തിരി ലേശം ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയി, തേങ്ങ ഇടാൻ മറക്കല്ലേ. ഞാൻ ഇത്തിരി തേങ്ങ ഇട്ടിട്ടുള്ളൂ, ആവശ്യത്തിലധികം ഒന്നും ഇട്ടിട്ട് ഇത്തിരി ഇട്ടിട്ടുള്ളൂ. ആ തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ലൂസായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ശരിയാവത്തില്ലേ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നീടാണ് അങ്ങ് ശരിയായി വന്നത്. അത് ഇത്തിരി മാവ് നമ്മൾ ആ 3 കപ്പോളം മാവ് എടുത്തല്ലോ, അത് അത്രയും കുറേശ്ശെ ചേർത്ത് ഇളക്കി വരുമ്പോൾ ലാസ്റ്റ് പരുവം എത്തുമ്പോഴത്തേക്കും അത് കറക്റ്റ് ടെക്സ്ചറിലോട്ട് ആകും. അപ്പോൾ ഇതായിട്ട് ഉടനെ എടുത്ത് എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇലയിലോട്ട് പകർന്ന് വെക്കരുത്, കാരണം കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എത്തിയതിന് ശേഷം വാഴയില ഉണ്ടായിരുന്നു വീട്ടിൽ. ആ വാഴയില എടുത്ത് ഗ്യാസിൽ വെച്ച് നല്ലോണം ഒന്ന് നമ്മൾ അതിനെ എന്താ പറയുക എല്ലാവരുടെ ഭാഷയിലും, അതിനൊന്ന് വാട്ടിയെടുത്തു, അതിനൊന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ ഇല എന്ത് ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അങ്ങനെ ആ ഇലയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം നല്ല രീതിയിൽ തുടച്ച് ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് എടുത്ത് മാറ്റി വെച്ച നേരം കൊണ്ട് നമ്മുടെ ഈ മാവിൻ്റെ ഇലയുടെ അടയുണ്ടാക്കേണ്ട മാവ് എന്ത് ചെയ്തെന്നറിയാമോ, ഇത്തിരിയൊക്കെ തണുത്തു കേട്ടോ. അതിനുശേഷം ഇത്തിരി എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ ഇലയിലോട്ട് ഈ എണ്ണ എന്ത് ചെയ്യണം, തൂവണം. അതായത് എണ്ണ ഇത്തിരി വെച്ച് നല്ലോണം എല്ലായിടത്തും ആ ഇലയിൽ സ്പ്രെഡാക്കണം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ മാവ് ഓക്കെ ആയി കേട്ടോ, നല്ല പരുവപ്പെട്ടിട്ടുണ്ട്. ഇനി തണുക്കാൻ വെച്ചു. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെയാണെന്ന്. ഇലയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഇലയിൽ നമ്മൾ എണ്ണ തടവയാണ്. എണ്ണ നല്ലോണം പുരട്ടിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവിനെ ഉരുളയാക്കി നമ്മുടെ വലിപ്പത്തിനനുസരിച്ച്, നമുക്ക് ഏത് വലിപ്പമാണോ ഇഷ്ടം ആ വലിപ്പത്തിനനുസരിച്ച് എടുത്ത് നല്ലോണം അതിൽ നമ്മുടെ ഇലയപ്പോക്ക് ഉണ്ടാക്കത്തില്ലേ, ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ ചക്കയുടെ ഉണ്ടാക്കാൻ അതേപോലെ തന്നെയാണ് നമ്മുടെ കൈ വെച്ച് ഇത്തിരി എണ്ണ തൊട്ടതിന് ശേഷം ഇങ്ങനെ നിരത്തി കൊടുക്കുക. അതാകുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ നല്ലോണം നിരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ, തിളപ്പിച്ച വെള്ളം ഇരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് 20 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തേ. അപ്പോൾ 20 മിനിറ്റ് വെന്ത് കിട്ടുമ്പോൾ ആ ഇലയുടെ മണവും എല്ലാം കൂടെ നല്ല ടേസ്റ്റും കൂടെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ട് ഞാനിതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചക്കയുടെ ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.